നോമ്പ് 6-ാം ചൊവ്വ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം. തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കാനായി ജെറുസലേമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് യേശു. അവനെ കണ്ടതും ചില ഫരിസേയർ വന്ന് ഹെരോദ്യസിൻ്റെ വധഭീഷണിയുണ്ടെന്ന വിവരം അറിയിക്കുന്നു. ഈ ഹെരോദ്യസ് ഗലീലി പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായ ഹെരോദ്യസ് അന്തിപ്പാസാണ്. തിബേരിയോസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം പൊന്തിയൂസ് പിലാത്തോസ് യൂദായുടെ ദേശാധിപതിയും ഹെരോദ്യസ് ഗലീലിയുടെയും അവൻ്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രക്കോണിത്തീസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധികാരികളായിരുന്നു. യേശു ജനിക്കുന്ന സമയത്ത് റോമാക്കാരിൽ നിന്നും കൊപ്പം കൊടുത്ത് ഇസ്രായേൽ രാജ്യഭരണം കൈപ്പിടിയിലാക്കിയ സങ്കരവർഗക്കാരായ ഹെരോദസ് ആയിരുന്നു ഇസ്രായേലിൻ്റെ ഭരണാധികാരി. അവനാണ് ശിശുവായിരുന്ന യേശുവിനെ കൊല്ലാൻ ഉദ്യമിച്ചത്. അവൻ്റെ മരണശേഷം ദേശം 4 തിരിക്കുകയും അവൻ്റെ 4 മക്കൾക്ക് വിഭജിച്ചു കൊടുക്കുകയും ചെയ്തു. ഗലീലി പ്രദേശം ലഭിച്ചത് ക്രൂരനായ അന്തിപ്പാസ് ആണെന്നറിഞ്ഞതിനാലാണ് ജോസഫ് ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടി നസ്രത്തിൽ താമസമാക്കിയത്. ഈ അന്തിപ്പാസാണ് സഹോദരൻ ഫിലിപ്പിൻ്റെ ഭാര്യയായ ഹെരോദ്യയെ വെപ്പാട്ടിയാക്കിയതും അത് ചോദ്യം ചെയ്ത യോഹന്നാനെ ശിരച്ഛേദനം ചെയ്തതും. യേശുവിനെ വധിക്കാൻ ഹെരോദ്യസ് ഉദ്യമിക്കുന്നു എന്ന വാർത്ത കളവാണെന്ന് യേശുവിൻ്റെ വിചാരണ വേളയിൽ പീലാത്തോസ് യേശുവിനെ ഹെരോദ്യസിൻ്റെ അരികിലേക്ക് അയക്കുന്നതും അത്ഭുതം കാണണമെന്ന മോഹം നടപ്പിലാകാത്തതിനാൽ യേശുവിനെ അധിക്ഷേപിച്ച് തിരിച്ചയക്കുന്നതും തെളിവാണ്. യേശു എന്ന വ്യക്തി വെറും മിഥ്യയോ സങ്കല്പകഥയോ അല്ലെന്ന ഒരു ചരിത്ര പുരുഷനാണെന്നും ഇത് വെളിവാക്കുന്നു. ജെറുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകനും വധിക്കപ്പെടുകയില്ലെന്ന് യേശുവിന് ഉറപ്പുണ്ട്. എന്നാൽ യേശുവിനെ മരണത്തിനേൽപ്പിക്കുന്ന ജെറുസലേമിനും യഹൂദ നേതൃത്വത്തിനും വരാനിരിക്കുന്ന വലിയ ദുർവിധിയെ ഓർത്ത് യേശു വിലപിക്കുന്നു. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെങ്കിലും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഹൃദയകാഠിന്യത്തെ ഓർത്ത് യേശു ഹൃദയവേദന അനുഭവിക്കുകയാണ്. ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതിനാൽ ഇസ്രായേലിനെ ബാബിലോൺ, അസിറിയ, സിറിയ, ഈജിപ്ത്, ഗ്രീക്ക്, റോമ സാമ്രാജ്യങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിട്ടും പാഠം പഠിക്കാത്തവർ യേശുവിനെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാൽ അവരുടെ ഭവനം പരിത്യക്തമാകുമെന്ന യേശുവിൻ്റെ പ്രവചനം. ആദ്യം കല്ലോട് കല്ല് ശേഷിക്കാതെ ദേവാലയം നശിക്കപ്പെട്ടതും പിന്നീട് ലോകം മുഴുവൻ ആ ജനത ചിതറിക്കപ്പെട്ടതും അവസാനം ഒരു ചെറുരാജ്യം സ്ഥാപിക്കപ്പെട്ടുവെങ്കിലും ഒരിക്കലും അവസാനിക്കാത്ത അയൽവക്ക രാജ്യങ്ങളുടെ നിരന്തര ആക്രമണവും ശത്രുതയും ശാപത്തിൽ നിന്ന് മോചനമില്ലാത്ത ആ ജനതയുടെ ഒരു ദുർവിധിയായി ഇന്നും നിലനിൽക്കുന്നു.